ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷത്തെ നോബൽ സമ്മാന ജേതാക്കൾ, അതായത് 2024 നോബൽ സമ്മാന ജേതാക്കൾ. വൈദ്യശാസ്ത്രം അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ അംബ്രോസും ഗാരി റൗക്കനും പങ്കിട്ടു. മൈക്രോ RNA കണ്ടുപിടുത്തം. ഭൗതികശാസ്ത്രം ജോൺ ഹോപ്പ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്ക് നിർമ്മിത ബുദ്ധിക്കാധാരമായ കണ്ടുപിടുത്തം. രസതന്ത്രം ഡേവിഡ് ബേക്കർ, ജോൺ ജംബർ, ഡെമിസ് ഹസബീസ് എന്നിവർ പങ്കിട്ടു. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ. സാഹിത്യം ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹൻ കാങ്ങിന് സമാധാനം. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്ക് ആണവായുധ മുക്തമായ ലോകത്തിനായുള്ള പ്രവർത്തനം. ഒന്നുകൂടെ പറയാം, 2024 നോബൽ സമ്മാന ജേതാക്കൾ. ഇവരുടെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫിഗർ നോക്കി പറയാം. അതിൽ ഞാൻ വൈദ്യശാസ്ത്രം മെഡിസിന് M എന്ന് കൊടുത്തിട്ടുണ്ട്, ഭൗതികശാസ്ത്രം ഫിസിക്സിന് P എന്ന് കൊടുത്തിട്ടുണ്ട്, രസതന്ത്രം കെമിസ്ട്രിക്ക് C എന്ന് കൊടുത്തിട്ടുണ്ട്, സാഹിത്യം ലിറ്ററേച്ചറിന് L എന്ന് കൊടുത്തിട്ടുണ്ട്, സമാധാനം പീസ് P എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 2 പേർക്കാണ്. വിക്ടർ അംബ്രോസ്, ഗാരി റൗക്കൻ. കണ്ടുപിടുത്തം മൈക്രോ RNA കണ്ടുപിടുത്തം. ഭൗതികശാസ്ത്രത്തിലും 2 പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ജോൺ ഹോപ്പ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. കണ്ടുപിടുത്തം നിർമ്മിത ബുദ്ധിക്കാധാരമായ കണ്ടുപിടുത്തം. നിർമ്മിത ബുദ്ധി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. രസതന്ത്രം രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ജോൺ ജംബർ, ഡെമിസ് ഹസബീസ്. കണ്ടുപിടുത്തം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹൻ കാങ്ങിനാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച സംഘടന നിഹോൺ ഹിഡാൻക്യോ. ഓക്കെ, മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ INSന്റെ പുതിയ പ്രസിഡന്റായി MV ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിഡന്റായി ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു. ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചു. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി മാർക്ക് റൂട്ട് ചുമതലയേറ്റു. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട്. ജപ്പാൻ പ്രധാനമന്ത്രിയായി ഷിഗേരു ഇഷിബ ചുമതലയേറ്റു. ടുണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് കൈസ് സൈദ് വിജയിച്ചു. ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിലെത്തി. ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തി ചൈന. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡൊയിൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഫുട്ബോളർ ഇതിഹാസം ആന്ത്വാൻ ഗ്രീസ്മൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സ്പാനിഷ് താരം റാഫേൽ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായ വിറ്റ്നസ് സാക്ഷി പ്രസിദ്ധീകരിച്ചു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്.
അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലേ. ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ സാക്ഷി, വിറ്റ്നസ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അവരുടെ പേരിൽ തന്നെയുണ്ട് അവരുടെ ആത്മകഥയുടെ പേര്. ഓക്കെ. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയായ വിറ്റ്നസ് സാക്ഷി പ്രസിദ്ധീകരിച്ചു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വൻ്റി ക്രിക്കറ്റിൽ 40 പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ ട്വൻ്റിയിലെ ഏറ്റവും വേഗമേറിയ 4ാം ശതകം കുറിച്ചു. ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര ട്വൻ്റിയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ 297 ഇന്ത്യ കണ്ടെത്തി. ട്വൻ്റിയിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതാണ്. മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ 314 റൺസാണ് ട്വൻ്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി. കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന 2ാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ടെസ്റ്റ് പരമ്പര 2-0 ഇന്ത്യ സ്വന്തമാക്കി. ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 13 ഇന്നിംഗ്സിൽ നിന്ന് 1000 റൺസ് തികച്ച് ഇതിഹാസ താരം ബ്രാഡ്മാനൊപ്പം എത്തി. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചു. നോയൽ ടാറ്റയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠഭാഷാ പദവി. തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചിരുന്നത്. ഇതോടെ ശ്രേഷ്ഠഭാഷകളുടെ എണ്ണം 11ആയി. തമിഴാണ് ആദ്യമായി ശ്രേഷ്ഠഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠഭാഷാ പദവി. തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചിരുന്നത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11ആയി. തമിഴാണ് ആദ്യമായി ശ്രേഷ്ഠഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്ക്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്ക്. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർക്കടവ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി. ഈ വർഷത്തെ, അതായത് 2024 വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർക്കടവ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി. രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിൻ്റെ പ്രിയ കവി പ്രഭാവർമ്മ ജ്ഞാനപീഠം ജേതാവ് ദാമോദർ മൗജോയിൽ നിന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാനം മലയാളത്തിൻ്റെ പ്രിയ കവി പ്രഭാവർമ്മ ജ്ഞാനപീഠം ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോയിൽ നിന്ന് ഏറ്റുവാങ്ങി. സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി. കടലുണ്ടിയും കുമരകവും 2 പക്ഷി സങ്കേതങ്ങളാണല്ലേ. ഓക്കെ. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി. ഓക്കെ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 അവാർഡിന് അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ അർഹനായി. 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് അർഹയായി. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്ര ഗാഥ എന്ന കൃതിയെയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസിന്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ്
നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസ്സിന്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന്. ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ്, ടെസ്ല, എക്സ് മേധാവി ഇലോൺ മസ്കാണ് ലോകസമ്പന്നൻ. പട്ടികയിൽ 14-ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ. ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ്, ടെസ്ല, എക്സ് മേധാവി ഇലോൺ മസ്കാണ് ലോകസമ്പന്നൻ. പട്ടികയിൽ 14-ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി. സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ 4300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ. പ്രശസ്ത സിനിമാ സീരിയൽ നടൻ TP മാധവൻ അന്തരിച്ചു. ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ MST നമ്പൂതിരി അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്